നമസ്കാരം. അങ്ങനെ മോദിയെ തല്ലും കൊല്ലും പാർലമെന്റ് കത്തിക്കും എന്ന് പറഞ്ഞ CJP സമരത്തിന് ഒരു തീരുമാനമായി. ആ വിഷയമല്ല പറയാൻ വന്നത്. CJP സമരത്തിനിടയിൽ പങ്കെടുക്കാൻ പോയ ചില സെലിബ്രിറ്റികളുണ്ട്. അതിൽ പഴയ അവതാരകരുണ്ട്, ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുകളുണ്ട്, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളുണ്ട്, വ്ളോഗേഴ്സ് ഉണ്ട്, ചില ബിസിനസ് പ്രത്യേക താല്പര്യവുമായി എത്തിയ പല ആൾക്കാരുമുണ്ട്. ഇവരെല്ലാവരും തന്നെ CJPയുടെ സമരത്തിൽ പോയി ചെന്നിട്ട് എന്താണ് ചെയ്തത്? രഞ്ജിനി ഹരിദാസ് ആണെങ്കിൽ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയും കൊണ്ടാണ് പോയതെന്നാണ് അറിവ്. പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് എന്ത് കാണിക്കാനാണോ? ഫാഷൻ ഷോയോ ഫാഷൻ പരേഡോ ഒക്കെ കാണിക്കാനാണോ? അപ്പോൾ യഥാർത്ഥ ഉദ്ദേശം പൗരബോധമോ അല്ലെങ്കിൽ രഞ്ജിനി ഹരിദാസ് തന്നെ പറഞ്ഞതുപോലെ സോനം വാങ്ചുക്കിനെ ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുപോയത് കണ്ടപ്പോൾ എൻ്റെ പൗരബോധം വല്ലാതെ തിളച്ചു, എൻ്റെ രക്തം അങ്ങ് തിളച്ച് അപ്പോഴ് തന്നെ ഞാനൊരു വണ്ടി എടുത്തുകൊണ്ട് CJP സമരവേദിയിൽ പോയി ജന്തർ മന്ദറിൽ പോയി ചാടി വീഴുന്നു. അതൊന്നും അല്ല അവിടെ സംഭവിച്ചത്. അവിടെ സംഭവിച്ചത് ഇതാണ്. കുറച്ച് ഒരു താരമൂല്യമൊക്കെ നഷ്ടപ്പെട്ടു. 1-2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു രഞ്ജിനി ഹരിദാസ്. പിന്നെ നല്ല അവതാരകയായിരുന്നു. ഈ നമ്മുടെ സ്റ്റാർ സിംഗർ വേദിയിലൊക്കെ തകർത്ത് നന്നായിട്ട് അവതരണം ചെയ്ത് മുകളിലേക്ക് കയറി വന്ന ഒരു അവതാരകയായിരുന്നു. ആ ഇടയ്ക്കൊക്കെ ഒരുപാട് പരിപാടികളിൽ രഞ്ജിനി ഹരിദാസിനെ കാണാമായിരുന്നു. ഇപ്പോൾ ഡിമാൻഡ് ഒന്ന് താഴെ പോയി. ഞാൻ ചില ഒരുപാട് പരിപാടികൾ തനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട് എന്നൊക്കെ രഞ്ജിനി ഹരിദാസ് തള്ളി മറിക്കുന്നുണ്ടെങ്കിലും കാര്യമായ രീതിയിൽ പഴയതുപോലെയൊന്നും കിട്ടുന്നില്ല. അതായിരിക്കാം പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഒന്ന് ലൈംലൈറ്റിലേക്ക് വരണമല്ലോ. ആ ലൈംലൈറ്റിലേക്ക് വരണമെങ്കിൽ വെറുതെ വന്നാൽ പോരാ. മേക്കപ്പൊക്കെ ചെയ്ത് നല്ല വെടിപ്പായിരുന്നാൽ മാത്രമേ ആരെങ്കിലുമൊക്കെ വന്ന് വിളിക്കൂ. അപ്പോൾ അങ്ങനെ വിളിക്കുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവിടെ ഒന്ന് പോകാം. ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയ ഡിമാൻഡ് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് ആരെങ്കിലും ഒരു PR ഏജൻസിയോ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് കാണും. എന്തായാലും അവിടെ വണ്ടിയും എടുത്തുകൊണ്ട് അവിടെ എത്തിപ്പെട്ടു. പിന്നെ ഗോപാലകൃഷ്ണൻജി പറഞ്ഞ പോലെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറഞ്ഞതിനോടും ഒരു സാധ്യത നമുക്കില്ലാതില്ല. അതായത് പല ആൾക്കാരിൽ നിന്നും കാശോ അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പൈസ കുറച്ച് കൊടുത്താൽ മതി. നല്ല ഡിമാൻഡ് ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പൈസ കുറച്ച് കൊടുത്താൽ മതി. നേരത്തെ CAA സമരത്തിലൊക്കെ ദീപിക പദുകോണിനെയൊക്കെ വിളിച്ചതുപോലെയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ കൊടുക്കേണ്ടി വരും എന്നൊക്കെയാണ് കേട്ടത്. ആ സമരത്തിനിടയിൽ അവർക്ക് കോടികളാണ് അവരുടെ കൈകളിലേക്ക് എത്തിയത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ രീതിയിൽ CJP സമരവുമായി ബന്ധപ്പെട്ട് CJP സമരം എന്നാൽ പലർക്കും പലതാണ്, പല ആവശ്യങ്ങളാണ്. പ്രാർത്ഥിക്കാൻ ഓരോരോ ആവശ്യങ്ങൾ എന്നതുപോലെ CJPയിൽ സമരത്തിൽ പങ്കെടുത്തവർക്ക് ഓരോരോ ആവശ്യങ്ങളാണ്. ചിലർക്ക് അവരുടെ ബിസിനസ് മെച്ചപ്പെടണം. അങ്ങനെ ബിസിനസ് മെച്ചപ്പെടുത്താൻ വന്ന ചില വ്ളോഗേഴ്സുണ്ട്, ചില ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ വ്ളോഗേഴ്സിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവരുടെ കാര്യങ്ങൾ അവരെ ലൈംലൈറ്റിലൊന്ന് പ്രതിഷ്ഠിക്കുക. ചില ബിസിനസ്സുകാരുടെ ലക്ഷ്യം അവരുടെ സാധനങ്ങൾ, അവരുടെ പ്രോഡക്റ്റ് കച്ചവടം അടിക്കുക. ഇതിനൊക്കെ പ്രത്യേകം വീഡിയോ ആണ് അവരെടുത്തത്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഇതിലൂടെയൊക്കെ ഈ CJP സമരവും വിറ്റു പോകുന്നില്ലേ എന്ന്. ശരിയാണ്, അതിലൂടെ CJP സമരവും വിറ്റു പോകുന്നുണ്ട്. അപ്പോൾ സോനം വാങ്ചുക് ജിയും അദ്ദേഹത്തിൻ്റെതായ ആവശ്യവുമായി ബന്ധപ്പെട്ടായിരിക്കുമല്ലോ സമരത്തിന് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യവും നടന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പൊടുന്നനെ ഈ സമരം അവസാനിപ്പിച്ചപ്പോൾ ഇത്തരം ആൾക്കാരാണ് വല്ലാണ്ട് കഷ്ടപ്പെട്ടു പോയത്. സോനം വാങ്ചുക് ജിക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു താല്പര്യമൊക്കെ നിറവേറ്റി കാണും. പക്ഷേ ഈ ആൾക്കാർക്ക് കുറച്ച് നാൾ കൂടി സമരം ഉണ്ടായിരുന്നെങ്കിൽ ബഹുക്ഷേമമായിരുന്നു എന്നായിരിക്കും ചിന്ത. രാഹുൽജിക്ക് ആയിക്കോട്ടെ, രാഹുൽജി ഒന്ന് സമരം ചെയ്ത് മൂത്ത് വന്നതായിരുന്നു. അതായത് കുറേ നാളുകൊണ്ട് സമരം ചെയ്ത് വിജയിപ്പിക്കുവാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇദ്ദേഹം പൊടുന്നനെ ഈ സമരം പിൻവലിക്കുന്നു. തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗീതാഞ്ജലി പറയുന്നു, രാഹുൽജി കാണിച്ചത് വളരെ മോശം ഇടപാടായിപ്പോയി, കോൺഗ്രസ് അവരുടെ ഈ അക്കൗണ്ടിലേക്ക് ഈ സമരത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടുത്ത രീതിയിലുള്ള വിമർശനം, ട്രോളോട് ട്രോൾ. ഈ ട്രോൾ കൊണ്ട് മാത്രം അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേടിലായിപ്പോയി രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും. ഇനി ഈ ഭാഗത്ത് സമരം നടത്തി കഴിഞ്ഞപ്പോഴാണോ മറ്റേ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാർ തന്നെ ഒലിച്ച് നേരെ BJPയിലേക്ക് പോയി. NCP പോയി. കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും NDAക്കൊപ്പം പോയി. NDA 3-2 ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നു. നഷ്ടം വീണ്ടും രാഹുൽജിക്ക് ഇനിയും തോൽവികൾ ഏറ്റുവാങ്ങാൻ ബാല്യമുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ തോൽവികൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇത് എത്ര നാൾ നീളുമെന്നൊന്നും അറിയില്ല. എത്ര നാൾ മണ്ടത്തരം കാണിക്കുമോ അത്രയും നാളും നീണ്ടുപോകും. അപ്പോൾ CJP സമരത്തിനിടയിൽ മീൻ പിടിക്കുവാൻ, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുവാൻ കഴിഞ്ഞവർക്ക് കുറച്ചൊക്കെ മീൻ പിടിക്കുവാൻ കഴിഞ്ഞു. മീൻപിടുത്തം പൂർണ്ണമാക്കുന്നതിന് മുന്നേ അപ്പുറത്ത് സോനം വാങ്ചുക് നിരാഹാര സമരം പിൻവലിച്ചു. ഇനി മാത്രമല്ല അഭിജിത്ത് ദീപ്കെ വല്ലാണ്ട് ആവേശം കൊണ്ടുവരികയായിരുന്നു. നിരാഹാര സമരം നടത്താൻ ആദ്യ ദിവസം നോക്കി, പക്ഷേ ഒറ്റ ദിവസം കഴിഞ്ഞപ്പോൾ പട്ടിണി നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ, നിരാഹാരം അങ്ങ് പിൻവലിച്ചു. കൂടെ ഉണ്ടായിരുന്ന സൗരഭ് ദാസ് അങ്ങ് നോർവേയിലൊക്കെ പോയി ഹെല്ലാലിങ്ങനെയും ഇവരെയൊക്കെ ചേർത്ത് ഗൂഢാലോചന നടത്തി ഒരു സംരംഭം സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. അതും പൊളിഞ്ഞു. ഈ വാങ്ചുക് ജിയുടെ ഒരു കാര്യമേ,
ഇനി എന്തെങ്കിലും പറഞ്ഞ് കുറച്ചും കൂടെ പ്രഷറൈസ് ചെയ്ത് ഏതെങ്കിലും കുറച്ച് സമയം കൂടെ ആ സമരത്തിൻ്റെ ഇടയിൽ വാങ്ചുക്ചിയെ കിട്ടിയിരുന്നുവെങ്കിൽ അവർ തന്നെ പറയുന്നുണ്ട് വല്ലാതെ ഇത് മോശമായിപ്പോയി എന്ന രീതിയിൽ ഇപ്പം സത്യാഗ്രഹം പിൻവലിക്കേണ്ടതായിരുന്നു. ആ പാവം മരിക്കാറായി, ഇനിയും സമരം നടത്തുവാൻ കഴിയില്ല, എൻ്റെ ടോളറൻസ് ലിമിറ്റിൻ്റെ പരമാവധി എത്തി, സഹിഷ്ണുത ഇനിയില്ല, അതുകൊണ്ടാണ് പിൻവലിച്ചാൽ. അപ്പോൾ ആ രീതിയിൽ ഇനി മറ്റാരെങ്കിലും ഈ നിരാഹാര സമരം ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചാലോ പറ്റില്ല. അമേരിക്കയിൽ വളരെ സുഖലോലുപമായി ജീവിക്കുന്ന ബർഗർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഈ തല്ല ആൾക്കാർ കൊള്ളുമ്പോൾ ബർഗറും കഴിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അസാധ്യമായ കാര്യം തന്നെയാണ്. പലരും പല NGOകളുടെയും പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ടർ ചാനലിലൊക്കെ പറയും പോലെ അതെ, ഒരു അഡ്രസ്സുമില്ലാത്ത നിരവധിയായിട്ടുള്ള മനുഷ്യരാണ് മനുഷ്യസ്നേഹത്തിൻ്റെ മാത്രം ചുവട് പിടിച്ചുകൊണ്ട് ആ പ്രദേശത്തേക്ക് സ്വിഗ്ഗിയുടെയും സൊമാറ്റോയിലുടെയും ഓർഡറുകൾ കൊണ്ട് നിറയുന്നത് എന്ന് നമ്മുടെ മൊട്ട അരുൺകുമാർ പറഞ്ഞതുപോലെ ധാരാളം പേരെ സംബന്ധിച്ചിടത്തോളം ഈ സമരം ഉടൻ തന്നെ അവസാനിപ്പിക്കുവാൻ പോകുന്നത് തീർച്ചയായിട്ടും വലിയ സമരം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞോ നിരാഹാര സമരം അവസാനിപ്പിച്ചത് വളരെ വലിയ സങ്കടകരമായ കാര്യം തന്നെ. ഇനി എങ്ങോട്ടായിരിക്കും ഇവരുടെ ഒരു ദിശാബോധം എന്നറിയില്ല. മക്കളെ പറഞ്ഞയച്ച അന്തംഗമികൾക്കും അതോടൊപ്പം തന്നെ കള്ളം പറഞ്ഞ, ഞങ്ങൾക്ക് മൊബൈൽ ഫോൺ പോലും ചർച്ചയ്ക്ക് പോകുമ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ നമ്മുടെ അഭിജിത്ത് ദീപ്കയ്ക്കും ഏറെ നമോഭാഗം. കാര്യങ്ങളെല്ലാം ജനങ്ങൾക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും വലിയ തള്ളുകളുമായിട്ട് വരണമെന്നില്ല.